മുബീൻ. ദുഃഖത്തിലും സന്തോഷത്തിലും നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണമേ. ഈ കമാൻഡ് ശിരസാവഹിക്കാൻ വന്നവരാണ് മനുഷ്യർ. ദുഃഖത്തിലും സന്തോഷത്തിലും പടച്ചവൻ അനുസരിക്കണമേ. നമ്മൾ ദുഃഖത്തിൽ വല്ലാണ്ട് അനുസരിക്കുന്നുണ്ട്. മരിച്ചോടത്ത് പോകാൻ വേണ്ടി മാത്രം ചില പർദ്ദ അല്ലേ, മരിച്ചോടത്ത് പോകാനുള്ളതാ. പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ അത് വേറെ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ അത് വേറെയാണ്. കല്യാണത്തിന് പിന്നെ മരിച്ചോടത്ത് പിന്നെ അത് പറ്റില്ലല്ലോ. ദുഃഖങ്ങളിൽ നമ്മൾ ഏറെക്കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ യാസീനും ഖുർആനും ഒക്കെ ഓതുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്. ഈ സന്തോഷം വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് കൈവിട്ടു പോവുക അല്ലേ. കൈവിടരുത്. അതുകൊണ്ട് തലമുറകൾ, ഇനി അടുത്തൊരു തലമുറ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ യുവതലമുറയുടെ മസ്തിഷ്കം? എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? സാംസ്കാരിക പതനം അത് എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അതിൻ്റേതായ രീതിയിലും ഭാവത്തിലും ഒക്കെ നടക്കും. പക്ഷേ അറിവും ജ്ഞാനവുമുള്ള ആളുകൾ അതിൽ ഇടപെടാറുണ്ട്. ഇപ്പം ഇടപെടുന്നില്ല എന്നതാ വിഷയം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അല്ലാഹുവേ നീ അവരെ ഏറ്റെടുക്കണമേ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം നമ്മൾ. അല്ലാഹുവേ വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും, ഈ പരിപാടിക്ക് കാരണക്കാരായവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന ഉമ്മ പെങ്ങന്മാർ, ഉപ്പമാർ, ജ്യേഷ്ഠാനുജന്മാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഏറ്റെടുത്താൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ. വഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ലം യദുർറഹു ദംബുൻ. ഉസ്താദ് അവറുകൾ യാത്ര ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിച്ചിട്ട് ജസാക്കുമുല്ലാഹ് ഖൈർ. വഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ലം യദുർറഹു ദംബുൻ. അല്ലാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയ തെറ്റുകൊണ്ടൊന്നും അവർക്ക് പ്രയാസം വരില്ല എന്നൊരു ഹദീസുണ്ട്. അങ്ങനൊരു ഹദീസുണ്ട്, റിസാലത്തുൽ ഖുശൈരിയയിൽ കാണാൻ കഴിയും. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ലം യദുർറഹു ദംബുൻ എന്നതിനർത്ഥം അല്ലാഹു ഒരു മനുഷ്യനെ ഏറ്റെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് ആ മനുഷ്യനൊരു കാലിടറിപ്പോയാൽ ആ മനുഷ്യനെ അല്ലാഹു തൗബ ചെയ്യാൻ തൗഫീഖ് ചെയ്യും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ല തെറ്റ് ചെയ്തവരുടെ കുഴപ്പം വരില്ല എന്നല്ല. ഒരാൾ ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാൾ, അങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും എത്ര ഉണ്ട്? അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആൾ നമ്മൾ വിചാരിക്കുന്ന ആളുകളും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. വഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരാളെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ദിവ്യമായ സ്നേഹത്തിന് നമ്മൾ പാത്രീഭൂതരാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവൻ നമ്മളെ ഇഷ്ടപ്പെടുമോ? അതൊരു വലിയ വിഷയം. നമുക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. നമുക്ക് ഒരാൾ അങ്ങോട്ട് സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ആളെ ഇങ്ങോട്ട് സ്നേഹിക്കണ്ടേ? അതാണ് വിഷയം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും താബിഈയുമായ റബീഉ ഇബ്നു ഹുസൈം എന്നവരോട് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മൾ വീണ്ടും പറയുകയാണ്. യാ റബീഉ ലൗ റആക റസൂലുള്ളാഹി ലഹബ്ബക. റബീഉ, അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങാനും അങ്ങയെ കാണുകയായിരുന്നുവെങ്കിൽ, അവർ താബിഈയാണ്, ഹബീബായ നബി തങ്ങളെ കാണാൻ സാധിച്ചിട്ടില്ല, നബി തങ്ങളെ കണ്ടിട്ടില്ല. എന്നാൽ റബീഉ, നബി തങ്ങൾ എങ്ങാനും അങ്ങയെ കാണുകയായിരുന്നുവെങ്കിൽ ലഹബ്ബക, തങ്ങൾ അങ്ങയെ സ്നേഹിക്കുമായിരുന്നു. പരിചയപ്പെടുന്നല്ല പറഞ്ഞ്, തങ്ങൾ അങ്ങയെ സ്നേഹിക്കുമായിരുന്നു. റബീഉ, നിങ്ങളുടെ സ്വഭാവം അത്രമേൽ നല്ലതാണ് എന്നൊരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യന് കൊടുത്ത സർട്ടിഫിക്കറ്റാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി തൻ്റെ ശിഷ്യനായ താബിഈയായ റബീഉ തങ്ങൾക്ക് കൊടുത്ത സർട്ടിഫിക്കേഷൻ. റബീഉ, തങ്ങൾ അങ്ങയെ കണ്ടാൽ അങ്ങയെ ഇഷ്ടപ്പെടും. ഉലമാ അവിടെ പറയും, ഇതാണ് വിഷയം. നമ്മൾ നബി തങ്ങൾ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. റബീഉൽ അവ്വലാകുമ്പോൾ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു മദ്ഹങ്ങനെ നമ്മൾ പാടി പുകഴ്ത്തും അല്ലേ? മൗലീദ് പാരായണങ്ങളൊക്കെ നടക്കണം. പക്ഷേ തങ്ങൾ നമ്മളെ സ്നേഹിക്കുമോ? നമ്മളെ കണ്ട നബി തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നുമോ? തങ്ങൾക്ക് നമ്മുടെ ഹൃദയം
കാണാൻ കഴിയും. അള്ളാഹു തങ്ങൾക്ക് അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുമോ? നമ്മൾ അങ്ങോട്ട് ഹബീബിനെ ഇഷ്ടപ്പെടുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുമോ? അതിനുവേണ്ടി ജീവിച്ചോളി. അതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാഹു ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന കൊച്ചു കൊച്ചു തെറ്റുകളും കൊണ്ടൊന്നും ഒരു പ്രയാസവും വരുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് ഉടനെ അള്ളാഹു തൗബ ചെയ്യാൻ തൗഫീഖ് ചെയ്യും. ഇത് അള്ളാഹു ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹ് ഏറ്റെടുക്കുമ്പോഴാണ് ഔലിയാക്കന്മാരെന്ന് പറയാം. അള്ളാഹ് ഏറ്റെടുത്തു, നിങ്ങൾ എൻ്റെ ആളുകളാണ് എന്ന് അല്ലാഹു തആല പറയണം. സൂറത്തു ആലി ഇംറാനിലെ ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് അവിടെ തന്നെ അല്ലാഹു തആല ബദറിൻ്റെ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال والله سميع عليم. إذ همت طائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون. നബിയെ, ഉഹദ് യുദ്ധം നടക്കുമ്പോൾ അങ്ങയുടെ അനുയായികളിൽപ്പെട്ട 2 വിഭാഗം ആളുകൾ ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ തോന്നിയിരുന്നു. അവർക്ക് യുദ്ധം കണ്ട് വഴിതെറ്റാൻ തുടങ്ങി, ശത്രുക്കൾ അടിച്ചു കയറാൻ തുടങ്ങി. ബനു ഹാരിസ, ബനു സലമ, ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബങ്ങളാണിത്. ജാബിർ തങ്ങൾ പറയുമായിരുന്നു, ഫീനാ നസലത് ത്വായിഫതാനി മിൻകും ഇദ് ഹമ്മത് ത്വായിഫതാനി മിൻകും എന്ന് പറയുന്ന സൂറത്ത് ആലി ഇംറാനിലെ 122-ാമത്തെ ആയത്ത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് വന്ന ആയത്താണ്. ബനു സലമയെക്കുറിച്ച്, അതുപോലെ തന്നെ ബനു ഹാരിസയെക്കുറിച്ച്. എന്താ പറയണമെന്നറിയോ? ആ ആയത്തിറങ്ങിയതിൽ وما يسرني أنها لم تنزل لقول الله